ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കുഞ്ഞാടുകൾ സിംഹങ്ങളായി രൂപാന്തരപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാം ചവിട്ടി നടക്കുന്ന മണ്ണ് ജീവൻ തുടിക്കുന്ന മാംസമായി രൂപാന്തരപ്പെടുന്നത് നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? കടകടച്ച് ഭയന്നിരുന്നവർ പ്രഭാതത്തിൻ്റെ ആദ്യയാമങ്ങളിൽ തന്നെ വാതിലുകളെ തുറന്ന് ആയിരങ്ങളോട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തായുടെ സന്ദേശം ഇതാണ്. കുഞ്ഞാടുകൾ സിംഹങ്ങളായി രൂപാന്തരപ്പെടുന്ന, പച്ചമണ്ണ് ജീവൻ തുടിക്കുന്ന മാംസമായും രൂപാന്തരപ്പെടുന്ന, ഭയന്ന് കഥകടിച്ചിരുന്നവർ പ്രഘോഷകരായിട്ട് മാറുന്ന സുദിനമാണിത്. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ പ്രാർത്ഥനകളോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന അപ്പസ്തോലന്മാർക്ക് മുൻപിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു. സമാധാനം ആശംസിച്ചുകൊണ്ട് അവൻ തൻ്റെ തിരുമുറിവുകളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തിപ്പെടുത്തുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനുള്ള കൽപ്പന അവർക്ക് നൽകുന്നു. ഇതാണ് ഈ ദിനത്തിൻ്റെ സാരം. ഉദ്ധിതനായ ഈശോ ശിഷ്യരെ തൻ്റെ തിരുമുറിവുകളെ കാണിച്ചതിനെക്കുറിച്ച് അതിമനോഹരമായ രീതിയിൽ വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നുണ്ട്. അത് കുരിശും പുനരുദ്ധാനവും പെന്തക്കോസ്തായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പരിശുദ്ധനായ പാപ്പ ഇപ്രകാരം പറയും: എല്ലാ കുരിശുകളുടെയും മറുവശത്ത് ഉദ്ധാനത്തിൽ പൂർണ്ണത കണ്ടെത്തുന്ന ജീവന്റെ ഒരു പൂർണ്ണതയെ, ഒരു പുതുമയെ നാം പരിശുദ്ധാത്മാവിൽ ദർശിക്കുമെന്ന്. അല്പം ആഴമേറിയ ചിന്തകളാണ്. എല്ലാ കുരിശുകളുടെയും മറുവശത്ത് പുനരുദ്ധാനത്തിൽ, ഉദ്ധാനത്തിൽ പൂർണ്ണത കൈവരിക്കുന്ന ജീവന്റെ പുതുമയെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കണ്ടെത്തും. എല്ലാ ജീവനുകൾക്കും ഒരു പുതുമ ഉണ്ട്. എല്ലാ ജീവനെയും ഒരു പുതുമ കാത്തിരിക്കുന്നുണ്ട്. ആ പുതുമ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പുതുമയെ, അതിൻ്റെ പൂർണ്ണതയിൽ നാം കണ്ടെത്തുന്നത്, സ്വന്തമാക്കാൻ പോകുന്നത് പുനരുദ്ധാനത്തിലാണ്. അതിന് പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് കുരിശുകളാണ്. ഈ ജീവന്റെ പുതുമയിലേക്ക് കുരിശിലൂടെ നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതേക്കുറിച്ചാണ്, ഈ ശാശ്വതമായ അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ്, കുരിശും പുനരുദ്ധാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുമാണ് പരിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടുകൾ സിംഹങ്ങളായി മാറുന്നതിനെക്കുറിച്ച് നാം തുടക്കത്തിൽ പറയുകയുണ്ടായി. കുഞ്ഞാടുകൾ സിംഹങ്ങളായി രൂപാന്തരപ്പെടുന്നത് വരെ ഉണരുവിൻ, വീണ്ടും ഉണരുവിൻ. റൈസ് ആൻഡ് ഷൈൻ അണ്ടിൽ ദ ലാംസ് ബിക്കം ലയൺസ്. 2010 ഇറങ്ങിയ അതിപ്രശസ്തമായ സിനിമ റോബിൻ ഹുഡ്. അതിൽ ഭയത്തിന് അടിമകളായി തീർന്ന ഒരു ജനതയെ ഉയർപ്പിലേക്ക് നയിക്കാൻ, തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്വങ്ങളെ വീണ്ടെടുക്കാൻ അവരെ ഉണർത്താനായിട്ട് നായകൻ പറയുന്ന വാക്കുകളാണ്. ഇന്ന് നാം വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. അവിടെ ഗ്രന്ഥകാരൻ പറയുകയാണ്, ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ മനഞ്ഞു, അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിട്ട് മാറി. നാം ചവിട്ടി നടക്കുന്ന ഒരു പിടി പച്ചമണ്ണ്, യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു പിടി മണ്ണ് ദൈവകരങ്ങളിൽ മനുഷ്യരൂപം പ്രാപിച്ച് ആ രൂപത്തിലേക്ക് ദൈവത്തിൻ്റെ നിശ്വാസം കടന്നു വരുമ്പോൾ അത് ജീവനുള്ളതായിട്ട് മാറുന്നു. കുഞ്ഞാടുകൾ സിംഹങ്ങളായി മാറുന്നത് പോലെ മണ്ണ് ജീവൻ തുടിക്കുന്ന മാംസമായി മാറുന്നു. ജീവൻ തുടിക്കുന്ന ആ മാംസം ദൈവത്തിൻ്റെ കരം പിടിച്ച് ഏദൻ തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകന്മാരായി ആ ശരീരങ്ങൾ മാറുന്നു. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ആ ശരീരങ്ങൾ ഈ ഭൂമിയുടെ ഇടങ്ങളിൽ അല്പകാലത്തേക്ക് വിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ നിശ്വാസം അഥവാ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മണ്ണിന് സംഭവിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. ഭൂമിയെ കൃഷി ചെയ്യാൻ, ഏദൻ തോട്ടത്തെ പരിപാലിക്കാനായിട്ട് ദൈവം മണ്ണായിരുന്ന മനുഷ്യന് നിയോഗങ്ങൾ നൽകുന്നത് നാം തുടർന്ന് കാണുന്നുണ്ട്. ആരും മണ്ണുകളായി തുടരാനുള്ളവരല്ല. അവരെല്ലാം ദൈവത്തിൻ്റെ ശ്വാസത്തെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിയോഗങ്ങളിലേക്ക്, കർത്തവ്യങ്ങളിലേക്ക് കടക്കണം. ഇതാണ് ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്ന സന്ദേശം. 2-ാമത്തെ വായന ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നല്ലോ. ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 2 മുതൽ 4 വരെയും 34-ാം അധ്യായം 14 മുതൽ 15 വരെയും ഉള്ള വാക്യങ്ങൾ.
അവിടെ ഓരോ മനുഷ്യവ്യക്തിയിലും നിറഞ്ഞു തുളുമ്പുന്ന ദൈവ ചൈതന്യത്തെക്കുറിച്ചാണ് ജോബ് പറയുന്നത്. ജോബ് പറയുന്നു, സർവശക്തന്റെ ചൈതന്യം എനിക്ക് ജീവൻ നൽകി. അവിടുന്ന് തൻ്റെ ആത്മാവിനെ പിൻവലിച്ചാൽ ഞാൻ വെറും മണ്ണിലേക്ക് മടങ്ങും. പ്രിയപ്പെട്ടവരെ, ഒന്നാം വായനയിൽ നാം കണ്ടു എപ്രകാരമാണ് അചേതനമായ മണ്ണ് ജീവൻ തുടിക്കുന്ന ചേതനയുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടത് എന്ന്. അതിനെ ഇവിടെ അടിവരയിട്ടുകൊണ്ട് ജോബ് ഏറ്റുപറയുകയാണ്, സർവശക്തന്റെ നിശ്വാസം എനിക്ക് ജീവൻ നൽകി. അവിടുന്ന് ആ നിശ്വാസത്തെ പിൻവലിച്ചാൽ ഞാൻ വെറും മണ്ണിലേക്ക് മടങ്ങും. അപ്പോൾ ഒരു മനുഷ്യന്റെയും ജീവിതം വെറും മണ്ണുകളായി തുടരാനുള്ളതല്ല, മറിച്ച് ദൈവചൈതന്യത്തോട് സഹകരിച്ച് സജീവതയോടെ മുന്നോട്ടു പോകാനുള്ളതാണെന്ന് ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ വായന അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. പെന്തക്കോസ്താ തിരുനാളിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് അതിമനോഹരമായ രീതിയിൽ വിവരിക്കുന്ന ഭാഗമാണ് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിരുനാളാണ് പെന്തക്കോസ്താ തിരുനാൾ. കാരണം ഈജിപ്തിൽ അടിമകളായിരുന്ന ജനം മരുഭൂമിയിൽ വെച്ച്, സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും കൽപ്പനകളെ സ്വീകരിച്ച് ദൈവത്തിന്റെ ജനമായിട്ട് മാറിയതിന്റെ ഓർമ്മയാണത്. അടിമകളായിരുന്നവർക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം, അത് കടന്നു വന്ന ഒരു വ്യക്തിത്വം സ്വന്തമായ ദിവസമാണത്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്നുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന വ്യക്തിത്വം കൈവരിച്ചതിൻ്റെ ഓർമ്മയാണത്. മണ്ണ് മാംസമായി മാറുന്നത് പോലെ അടിമകൾ ഒരു ദൈവവും ഒരു ദേവാലയവും ഒരു ബലിപീഠവുമുള്ള ഒരു ജനതയായിട്ട് മാറുന്നതിൻ്റെ രൂപാന്തരപ്പെടലിൻ്റെ ഒരു ഓർമ്മ പെന്തക്കോസ്ത ഓരോ യഹൂദനും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യഹൂദർ ജെറൂസലമിൽ വന്ന് ഈ തിരുനാളിൽ പങ്കെടുത്തിരുന്നത്. ആഴ്ചകളുടെ തിരുനാൾ, 7 ആഴ്ചകളുടെ അന്ത്യത്തിൽ ആഘോഷിക്കുന്ന തിരുനാൾ. ആ അർത്ഥത്തിലാണ് പെന്തക്കോസ്തായ്ക്ക് 50-ാം ദിവസമെന്ന ഒരു അർത്ഥമുണ്ടാകുന്നത്. ഇപ്രകാരം തങ്ങൾ ദൈവത്തിന്റെ സ്വന്തമായി മാറിയതിൻ്റെ ഓർമ്മയെ പുതുക്കാനായി ആ 50-ാം ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഇസ്രായേൽ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഗ്രന്ഥകാരൻ പറയുകയാണ്, യഹൂദരെ ഭയന്ന് അവർ കതകടച്ചിരിക്കുകയാണ്. ഈ ഭയങ്ങൾ മാറുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് കടന്നു വരാൻ വേണ്ടി അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. അവരുടെ മധ്യത്തില് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്രകാരം സഭയുടെ ജന്മദിനമായിട്ട് മാറുന്ന പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടാകും. തീനാവുകളായി പരിശുദ്ധാത്മാവ് ഭയവിഹുലരായ ശിഷ്യന്മാർക്ക് മുകളിൽ വന്നു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ധൈര്യം സംഭരിക്കുന്ന ശിഷ്യന്മാർ യഹൂദരോട് സംസാരിക്കുന്നു. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദരും പത്രോസിന്റെ പ്രസംഗം തങ്ങളുടെ ഭാഷയിൽ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴി സംഭവിക്കുന്ന മാറ്റങ്ങളെ, രൂപാന്തരീകരണങ്ങളെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം അടയാളപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നമ്മളെ അലട്ടുന്ന മാനുഷികമായ ഭൗതികമായ എല്ലാ കുറവുകൾക്കും പരിശുദ്ധാത്മാവിന്റെ ആഗമനം പരിഹാരങ്ങളുണ്ടാക്കും. ഇനി മുതൽ ആർക്കും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ധൈര്യം അതിലാശ്രയിച്ചുകൊണ്ട് അവർക്ക് ആരെയും, അനേകം ജനതകളെ അഭിമുഖീകരിക്കാനും അവരോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കും. രണ്ടാമത്തേത്, എന്തെല്ലാം വ്യത്യസ്തതകൾ അവർക്കിടയിൽ സംജാതമായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഐക്യത്തിലേക്ക്, ആശയസംവേദനത്തിന്റെ ഐക്യത്തിലേക്ക് കടന്നു വരാൻ ആർക്കും സാധിക്കും. കാരണം പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുന്നവനാണ്, പരിശുദ്ധാത്മാവ് ഐക്യപ്പെടുത്തുന്നവനാണ്. ഇപ്രകാരം ഐക്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന രംഗമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യോഹന്നാൻ പറയുകയാണ്, അപ്പോസ്തലന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുന്നു. അവരുടെ മധ്യേ ഈശോ വന്നു നിന്നുകൊണ്ട് തന്റെ തിരുമുറിവുകളെ കാണിച്ചുകൊണ്ട് അവരുടെ സമാധാനം ആശംസിക്കുന്നു. അതിനുശേഷം അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യസൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ദൈവം മണ്ണിലേക്ക് തന്റെ ശ്വാസത്തെ നിക്ഷേപിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായി മാറിയതുപോലെ യഹൂദരെ ഭയന്ന് വെറും മണ്ണിന്റെ
നിർജീവാവസ്ഥയിലേക്ക് മടങ്ങിയ അപ്പസ്തോലന്മാരുടെ മേൽ തൻ്റെ നിശ്വാസം വഴി പരിശുദ്ധാത്മാവിനെ ഈശോ നിക്ഷേപിക്കുകയാണ്. ഏദൻ തോട്ടത്തിലെ സൃഷ്ടിയുടെ ഒരു ആവർത്തനമാണ്. അപ്പസ്തോലന്മാരെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പെന്തക്കോസ്താ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ മാമോദീസയിലൂടെ തൈലാഭിഷേകം, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ബോധ്യമുള്ളവരാവണം. നാം എല്ലാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെട്ടവരാണ്. ഈ ലോകം വെച്ച് നീട്ടുന്ന മാനുഷികമായ ഭൗതികമായ കുറവുകളിൽ കുടുങ്ങിക്കിടക്കാനുള്ളവരല്ല നമ്മൾ. പരിശുദ്ധാത്മാവിൽ അവയെ അതിജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മുന്നേറാനുള്ളവരാണ് നാം ഓരോരുത്തരും. ആ ഒരു നിയോഗമാണ് ഈ പെന്തക്കോസ്താ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മളെ തേടി വരുന്ന ഏത് കുരിശിൻ്റെയും ഒരു മറുവശത്തെ ധ്യാനിക്കാൻ, ആ മറുവശത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മെ ജീവന്റെ പുതുമകളിലേക്ക്, പുനരുത്ഥാനത്തിൽ നാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പോകുന്ന ജീവന്റെ പുതുമയിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളൊരു ധ്യാനം ഇന്നു മുതൽ നാം ആരംഭിക്കേണ്ടതുണ്ട്. അടിമകളായി കഴിഞ്ഞിരുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയതുപോലെ, എല്ലാവരെയും ഭയന്ന് കതകടച്ചിരുന്നവർ പ്രഭാതത്തിൽ വാതിലുകളെ തുറന്ന് അനേകായിരങ്ങളെ സുവിശേഷത്തിലേക്ക് ആനയിച്ചതുപോലെ, എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബിനെ പോലെ, ഞാൻ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും അവിടുത്തെ കരം എന്നെ നയിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന 23-ാം സങ്കീർത്തകനെ പോലെ, എല്ലാ കുരിശുകളുടെയും മറുവശമാണ് പുനരുത്ഥാനമെന്നും ആ പുനരുത്ഥാനത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്താൻ ഒരു തീനാവായി പരിശുദ്ധാരൂപി നമ്മെ കാത്തിരിപ്പുണ്ടെന്നുള്ള ഓർമ്മ ഈ പെന്തക്കോസ്താ തിരുനാളിൽ ഒരു അനുഗ്രഹമായിട്ട് ദൈവം നമുക്ക് തരട്ടെ. ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മുടെ കുരിശുകളെ പുനരുത്ഥാനത്തിൻ്റെ മറുവശങ്ങളാക്കി മാറ്റട്ടെ.